അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വിളി വന്നിട്ട് നമ്മൾ പെട്ടിയും കിടക്കൊക്കെ വാരി കെട്ടി നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പറക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഉച്ചയ്ക്ക് രാത്രിക്കുള്ള ഫുഡ് കഴിച്ചെങ്കിൽ എനിക്ക് വീണ്ടും വിശന്നിട്ട് ഞാൻ ബിരിയാണി സലാഡും അച്ചാറും കൂട്ടി പിടിയങ്ങ് പിടിച്ച് അവിടുന്ന് കഴുകാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഞാൻ OCD എൻ്റെ കാര്യം ഓർത്തത്. പക്ഷേ ഹാൻഡ് വാഷും ഇല്ല, സാനിറ്റൈസറും ഇല്ല, ഒന്നുമില്ല. എന്നാൽ സോറി കേട്ടോ. എന്നിട്ട് നമ്മൾ പെയിൻ ചെയ്തിട്ട് നമ്മൾ നല്ല ക്യൂട്ട് ചേച്ചിയും കണ്ട് നമ്മൾ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിലേക്ക് ചാടി കയറി. ട്രെയിൻ വന്ന് കണ്ടത്തുറയിൽ ഞാൻ ചാടി കയറിയത് ഞാൻ ഒരു ഭയങ്കര മണ്ടത്തരമാണ് കഴിച്ച് ചെയ്ത്. പെണ്ണുങ്ങൾ മാത്രമുള്ള കമ്പാർട്ട്മെന്റിലാണ് ഞാൻ കയറിയത്. ഇവിടെ ഒരു ചെക്കന്മാരെ പോലും കാണാനില്ല. വിഷമത്തിലാണ് ഞാൻ ഇങ്ങനെ മൂഞ്ചി കുത്തിയിരിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ ഭയങ്കര സെഡ് അടിച്ചു പോയി. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു കുപ്പിയുടെ കവറ കയ്യിലൊടിച്ചിരിക്കുന്ന കൊച്ചിനെയും കണ്ട്, നല്ല കൂട്ട് കിണിയും കണ്ട്, പിന്നെ കുറച്ചു നേരം സിനിമയെ കണ്ട് ഒരു 5 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ആ കൊല്ലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ 5 ടാറ്റയും കൊടുത്തിട്ട് ഉമ്മയും കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങുകയാണ് ഗൈസ് ട്രെയിനിൽ നിന്ന്. ബൈ വിട പറയുകയാണ്. ഇവിടെ വീഡിയോ കാണിച്ച എനിക്ക് വന്ന മെസ്സേജ് ഫുള്ള് നീ ലെസ്ബിയൻ ആണോ എന്നാണ്. എന്താല്ലേ? എന്നിട്ട് എൻ്റെ ഫോളോവർ ആയ ഒരു കൊച്ചിനെയും കണ്ട് അവർക്കൊരു ബായും പറഞ്ഞ് എന്നിട്ട് ഞാൻ നാട്ടിയെത്തി എന്നുള്ള സന്തോഷത്തിൽ വീട്ടിൽ പോയി ഗൈസ്.